അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ സൂപ്പർ സ്റ്റാറൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ? എനിക്ക് എവർഗ്രീൻ സ്റ്റാറിനൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പടക്കത്തില്ല. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ച് തിരിച്ച് നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ശരിയാണ്. ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട്. എന്റെ റിയാക്ഷൻ കൊള്ളത്തില്ല, ഒന്നുകൂടെ എടുക്കണം. നമ്മുടെ ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ കൊല്ലും. ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് അറിയാൻ പറ്റില്ല. മോർച്ചക്കകത്തൊരു കിട്ടണം. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു പൂരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഫസ്റ്റ് പ്ലേസ് ഈ ഇവരെന്തിനാ കൊണ്ടുപോയി 2000 മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് വേസ്റ്റ് ചെയ്തു. അതെന്നെ വല്ലാതെ തോറ്റി. കാരണം ആര് കാണാത്ത സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ലേ ഞാൻ സ്പീസ്. അത്രയും നേരം ഞാൻ കരയാതെ ചേച്ചിയോട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് അങ്ങനെ ഇതായി നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട്, അവരുടെ പേര് ഉർവശിയാണ്. നമ്മുടെ എല്ലാവരോടും പറയാറ് നമ്മുടെ മെറിറ്റും അല്ലെങ്കിൽ നമ്മുടെ അൽപ്പച്ചിനും ഒക്കെ ഉർവശി മാമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ വിധേയനിൽ ശ്രീ മമ്മൂക്ക എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത്, അതൊക്കെ തന്നെയാണ് ഒരിക്കൽ ഉർവശി എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ സൂപ്പർ സ്റ്റാറൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ? നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എവർഗ്രീൻ സ്റ്റാറിനൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പടക്കത്തില്ല. ഞങ്ങളൊരെണ്ണം ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ. അയ്യോ അത് റിലീസായിപ്പോലെ ഇനി ആ ടൈറ്റിൽ എടുത്ത് ഇടാക്കൂ. അവർ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി. അതേ ഇന്നും നിലനിൽക്കുന്നത്. എനിക്ക് ഞാൻ ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്നതാണ്. കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കാറില്ല. അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സിംഗ് സൗണ്ട് ആയിരുന്നു, അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക്. അപ്പൊ ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യം പറഞ്ഞു, കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പൊ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പൊ കരയണമെന്ന് അപ്പൊ കരഞ്ഞാൽ അതേ ഉള്ളൂ ലീലാമ്മ, അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല. അത് ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും. ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പൊ അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പൊ അവർക്കും എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്, എന്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്. എല്ലാവരും വന്നതിൽ സന്തോഷം. ഇതിന്റെ ജൂൺ 2 മുതൽ നമ്മൾ തുടങ്ങിയത് എൻ്റെ പ്രൊമോഷൻസ്. അന്ന് മുതൽ മീഡിയയിൽ ആരുടെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് അത് അറിഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം. കിരൺ ദാസിനോട് താങ്ക്സ് പറയണം, സൗണ്ട് ഡിസൈനറിനോട് താങ്ക്സ് പറയണം, ബാവചേട്ടൻ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ഷഹനാദും എല്ലാവരും ഉണ്ട്, പക്ഷേ
പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ. അപ്പോൾ അവരോട് ഞാൻ ഉള്ള തന്നെ താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് കരയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും. ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും. ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് വരുന്നത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ്, ഞാനതല്ല ഞാൻ ആ ട്രാക്ക് വന്നതിൻ്റെ ക്യാമറ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോളൂ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുണ്ട്. നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകും. പിന്നെ 5ാമത്തെ വർഷമായിരിക്കും തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡിന് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽക്കാവടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഷോട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാറായി. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി 7 ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്.